വടക്കൻ ജില്ലകളിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ പലയിടത്തും വലിയ നഷ്ടങ്ങളുണ്ടായി. കക്കയം ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ കടലാക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലുമാണ് മഴക്കെടുതി കൂടുതൽ. കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലർട്ടാണ്. ഡാമിന്റെ 2 ഷട്ടറുകൾ അരയടി ഉയർത്തിയതിനാൽ പുഴക്കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊയിലാണ്ടി നഗരസഭയിലെ കുറ്റിനിലം പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പന്തലായനി കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. മാറാട് ഗോതീശ്വരത്ത് കടൽ കയറി റോഡ് തകർന്നു. കുറ്റ്യാടി മേഖലയിൽ മരം കടപുഴകി വീണും പോസ്റ്റുകൾ മറിഞ്ഞും വലിയ നാശനഷ്ടമുണ്ടായി. പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി. വിലങ്ങാട് ഉരുട്ടി ഭാഗത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു. നാദാപുരത്ത് 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ കടലാക്രമണത്തിൽ 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് പരിക്കേറ്റു. ചന്ദ്രനഗർ കുപ്പിയോട് കനാൽ വരമ്പിൽ സ്വദേശി സരോജിനിക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. 2 ദിവസമായിട്ടും അട്ടപ്പാടിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ല. ശക്തമായ മഴയെ തുടർന്ന് വയനാട് മാനന്തവാടിയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിനോദസഞ്ചാരത്തിനും രാത്രിയാത്രകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.